ഹലോ, അപ്പോൾ ഓണമൊക്കെ ഇങ്ങ് എത്തിപ്പോയില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നമ്മളെ പുളിയിഞ്ചി സദ്യയിലെ അധികം ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണല്ലേ പുളിയിഞ്ചി. അപ്പോൾ അത് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇഞ്ചി വളരെ കനം കുറച്ച് അരിഞ്ഞ് ഒരു അരക്കപ്പോളം ഉണ്ടാവും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പുളി ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള അളവിലാണ് ഞാൻ പുളി എടുത്തത്. അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി പുളി നന്നായി കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുക. അതിനുശേഷം പുളി ഒന്ന് അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക. ഞാനിത് പുളിവെള്ളം നന്നായി അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് കൂടും. പിന്നെ അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് വളരെ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോവാതിരിക്കാൻ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർക്കുമ്പോൾ തീ ഒന്നിക്കൽ നന്നായി സിമ്മിലേക്ക് ഇട്ട് വെക്കണം, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. കരിഞ്ഞു പോയാൽ പിന്നെ കറി ആകെ കുളമാകും. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം ചേർത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് നന്നായി ഒന്ന് വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ അളവിലാണ് ശർക്കര എടുത്തത്. അമ്മിയിൽ നിന്ന് ചതച്ചെടുത്ത ശർക്കരയാണിത്. ശർക്കരയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും, തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായി കുറുകി വരുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ ഒരു ദിവസം മുമ്പിട്ടെങ്കിലും ഇതുണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. ശർക്കര ചേർത്തതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഉണ്ടാക്കി അപ്പം തന്നെ ഇതെടുത്ത് കഴിക്കുമ്പോൾ ഒരു കയ്പ്പ് രുചി ഉണ്ടാവും. അതുകൊണ്ട് ഒരു ദിവസം മുമ്പേ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്.
ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഇത് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടി ചൂടൊക്കെ നന്നായി ആറിക്കഴിഞ്ഞാൽ ഇത് ഇനിയും കുറുകി വരും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.